ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ളൊരു പായസമാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നമുക്ക് എങ്ങനെയാണത് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ 250 ml കപ്പിൽ അരക്കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഈ പരിപ്പ് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ ഈ പായസം കുക്കറിലാണ് റെഡിയാക്കി എടുക്കുന്നത്. കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. നമ്മളിത് വെള്ളത്തിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 250 ml കപ്പിൽ തന്നെ 2.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് അത്യാവശ്യം വേവുള്ള പരിപ്പാണ്. ഈ ചെറുപയർ പരിപ്പ് തന്നെ വേവുള്ളതും വേവില്ലാത്തതും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് വേവുള്ളത് കൊണ്ടാണ് ഞാൻ 2.5 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 2 പിഞ്ചോളം വരുന്ന ഉപ്പും ചെറിയൊരു കഷ്ണം പട്ടയും ചേർത്ത് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 വിസിലും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിലും എത്തിയിട്ടാണ് മൊത്തം 3 വിസിലിനാണ് ഇതെനിക്ക് കുക്കായി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2.5 കപ്പ് വെള്ളം ഒഴിച്ചത് കറക്റ്റ് പാകമാണ്. നന്നായിട്ട് വെന്ത് കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. സാധാരണ നമ്മൾ വിൽമ പാലിലാണ് ഈ ഒരു പായസം തയ്യാറാക്കി എടുക്കുന്നത്. ഈ കറുവപ്പട്ട ഇട്ടത് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എടുത്ത് കളയാം കേട്ടോ. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ 1/2 ലിറ്റർ പാലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി പായസമാണ്. ഓണത്തിനൊക്കെ പായസങ്ങൾ വെക്കുന്ന കൂട്ടത്തിൽ ഈ ഒരു പായസം കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകും. ഇനി ഇതിലേക്ക് ഞാൻ മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതേപോലത്തെ കയ്യിലിന് ഒരു കയ്യിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് കയ്യിലില്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ. മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും, അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കയ്യിലില്ലാന്ന് വെച്ചിട്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, നമുക്ക് അതിന് പകരം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനൊന്ന് ഫ്ലെയിം ഓണാക്കി കൊടുക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് തിളയ്ക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക കേട്ടോ. പാൽ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ ആ സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 4 കശുവണ്ടിയും അതുപോലെ തന്നെ ഒരു 7ഓളം വരുന്ന ബദാമുമാണ് എടുത്തിട്ടുള്ളത്. അത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം ചെറിയ തരികളോടുകൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതുകൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കുന്നുണ്ട്. ഏലക്കപ്പൊടി കയ്യിലില്ലെങ്കിൽ ഒരു 4 ഏലക്കയൊന്ന് ചതച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് മിക്സായി വരുന്ന സമയത്ത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇതിലേക്ക് നമുക്ക് ഒരു ചേരുവ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയൊന്ന് കാരമൽ ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് കാരമലായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ നെയ്യ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ബട്ടറാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നന്നായിട്ട് കാരമലായി വന്നിട്ടുണ്ട്. ഒരുപാട് കളർ ചേഞ്ചിന് നിൽക്കരുത്. ഒരുപാട് കളർ ചേഞ്ചായി ബ്രൗൺ ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ പായസത്തിന് കയ്പ്പ് ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ അങ്ങനെ ആകാൻ നിൽക്കരുത്. ലോ ഫ്ലെയിമിൽ ആദ്യം ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ച് മെൽറ്റായി തുടങ്ങുന്ന സമയത്ത് പിന്നെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ അതേ ബട്ടറൊക്കെ മെൽറ്റായി കറക്റ്റ് വരിവായി വന്നിട്ടുണ്ട്. നല്ലൊരു അടിപൊളി കളറായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫാണ്. ഇനി ഈ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. പായസവും നല്ല ചൂടുള്ളതുകൊണ്ട് ഇത് ഒഴിക്കുന്ന സമയത്ത് എന്താ പറയുക, പഞ്ചസാര കട്ടയാകുമൊന്നുമില്ല കേട്ടോ. തണുത്ത പായസത്തിലേക്ക് ഒഴിക്കുമ്പോഴാണ് കട്ടയായി വരിക. ചൂടുള്ള പായസത്തിലേക്ക് ഒഴിക്കുമ്പോൾ നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ആയിക്കോളും. അപ്പോൾ അത് ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു പായസമാണ്. ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്ത് അവർക്ക് കുടിക്കാൻ കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കൊരു ചോറൊക്കെ തിന്നിട്ട് ഒരു മധുരം കഴിക്കണം, ഒരു പായസം കുടിക്കണമെന്ന് തോന്നിയാൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്ന ഒരു അടിപൊളി പായസമാണ്. ഇനി നിങ്ങൾ ഓണത്തിനൊക്കെ പായസങ്ങൾ ഒരുപാട് ഐറ്റംസൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ അതിൻ്റെ ഒപ്പം ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും. നന്നായിട്ട് വലിച്ചു കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി പായസമാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ 3 ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. മൊത്തം 1/2 ലിറ്റർ പാൽ കൊണ്ട് 1/2 കപ്പ് ചെറുപയർ പരിപ്പും കൊണ്ട് ഒരു 6 ആൾക്ക് കുടിക്കാവുന്ന പരുവത്തിലുള്ള പായസമാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം അറിയിക്കണം കേട്ടോ. നല്ല ചൂടാണ്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.